എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു കരിയർ അഡ്വൈസാണ് ബേസിക്കലി. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ്. ഒരുപാട് കുട്ടികൾ UK മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ UK മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 1 ഇയർ പഠിക്കാം, മാസ്റ്റേഴ്സ് 1 ഇയർ പഠിക്കാം, 2 ഇയർ സ്റ്റേബാക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാം, സ്പൗസിനെ കൊണ്ടുവരാം, കുട്ടികളെ കൊണ്ടുവരാം. ഓക്കെ, ഈ ചില കോഴ്സ് 1+1 ഉണ്ട്, +2 ഇയർ കിട്ടും, 4 ഇയേഴ്സൊക്കെ കിട്ടും. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് അവർ എന്തെങ്കിലും ജോലിയൊക്കെയാണ് എടുക്കുന്നത്. അവർ പഠിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളൊന്നല്ല എടുക്കുന്നത്, ഒരു 95%. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വന്നതിന് ശേഷവും ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിതിന് മുന്നേ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി നിങ്ങൾക്ക് ഇവിടെയും കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുന്നത് നാട്ടിൽ ഡിഗ്രിയും, ചിലവർ BTech, ചിലവർ ഡിഗ്രി, ചിലവർ PG, എന്നിട്ട് അതിന് ശേഷം ഒരു 5-6 വർഷം വർക്ക് ചെയ്തവർ, അതിലും കൂടുതൽ വർക്ക് ചെയ്തവർ പലവരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണോ നാട്ടിൽ പഠിച്ചത്. ഇപ്പോൾ ചിലവരുണ്ട് ലോജിസ്റ്റിക്സ് പഠിച്ചവരുണ്ടാവും, അതേപോലെ ചിലവർ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യണവരുണ്ടാവും, അതേപോലെ ചിലവർ ഫിനാൻസ് പഠിച്ചിട്ട് ഫിനാൻസിൽ വർക്ക് ചെയ്യണവരുണ്ടാവും, എൻജിനീയറിംഗ് പഠിച്ചിട്ട് എൻജിനീയറിങ്ങിൽ വർക്ക് ചെയ്യണവരുണ്ടാവും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യണവരുണ്ടാവും. പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവരും പല മേഖലകളിൽ പഠിച്ചവരും പല മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലോജിസ്റ്റിക്സ് പഠിച്ചതാണ്, ലോജിസ്റ്റിക്സിൻ്റെ ഫീൽഡിലാണ് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് ഇവിടെ എടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ BBA ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും, ചിലർ ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടാവും ലോജിസ്റ്റിക്സിൽ, ഡിഗ്രി കഴിഞ്ഞ് PG ഡിപ്ലോമയൊക്കെ പഠിച്ചവരുണ്ടാവും, ചിലർ MBA പഠിച്ചവരുണ്ടാവും, MBA ലോജിസ്റ്റിക്സ് പഠിച്ചവരുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ലോജിസ്റ്റിക്സിൻ്റെമായി ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് എടുക്കുക. അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ MBA ലോജിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്, MSc ലോജിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ പാനിക്കായിട്ട് വരുമ്പോൾ തന്നെ എന്തെങ്കിലും ജോലിക്ക് കയറും. നിങ്ങളതല്ല ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 2-3 മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മേഖലയിലുള്ള പാർട്ട് ടൈം ജോബ്സ് ഇവിടെ അവൈലബിളാണ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്ത് തരം ജോബും എല്ലായിടത്തും ഉണ്ട്. അതേപോലെ തന്നെയാണ് UK ലോജിസ്റ്റിക്സിൻ്റെ പാർട്ട് ടൈം ജോബുകൾ കിട്ടാം, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കിട്ടാം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ വേറെ ജോലിക്ക് കയറാണ്ട് നിങ്ങളുടെ മേഖലയിൽ തന്നെയുള്ള മാസ്റ്റേഴ്സ് എടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ മേഖലയിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് PGക്ക് ജോയിൻ ചെയ്യുക. ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ഇവിടുത്തെ ആ മേഖലയിലുള്ള ജോബുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ജോബ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നോളജ് വേണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി, അത്യാവശ്യം അതിന് നിങ്ങളാ മേഖലയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും പറ്റും. നിങ്ങൾക്കത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് 2-3 മാസം നിങ്ങൾ ആ മേഖലയിൽ ഇവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണെന്നൊക്കെ നോക്കി ഓൺലൈനിലൂടെയൊക്കെ കുറച്ചാഴ്ചയൊക്കെ പഠിച്ച് ഒരു 2-3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ജോബുകൾ കിട്ടാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു മാസ്റ്റേഴ്സ് കഴിയുമ്പോഴേക്കും ആ മേഖലയിൽ നിങ്ങൾ അത്യാവശ്യം ഒരു എക്സ്പേർട്ട് ആവുകയും ചെയ്യും, ഇവിടുത്തെ ഒരു മാസ്റ്റേഴ്സ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കുറച്ചും കൂടി ആ മേഖലയിലുള്ള ജോബ് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും കിട്ടാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് പേരെ ഞാനിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടു. ചിലർ നാട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 3-4 വർഷം വർക്ക് ചെയ്തതാണ്, എന്നിട്ട് ഇവിടെ വന്നിട്ട് MBA അല്ലെങ്കിൽ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ്, പക്ഷേ ചെയ്യുന്ന ജോബ് വേറെയാണ്. ഓക്കെ, അതേപോലെ ലോജിസ്റ്റിക്സിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. അതേപോലെ ഫിനാൻസിൽ ചെയ്യുന്നവരെ ഞാൻ കണ്ടു, എൻജിനീയറിങ്ങിൽ ചെയ്യുന്നവരെ കണ്ടു, അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നവരെ കണ്ടു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ജോബുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങളതിന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, പയ്യെ ഇവിടുത്തെ അതുമായി ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് എടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഓക്കെ, നിങ്ങൾ നാട്ടിൽ പഠിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, എന്നിട്ട് എടുക്കണ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അങ്ങനെ ചെയ്യരുത്. ചിലർ നാട്ടിൽ HR ആയിരിക്കും ചെയ്യണേ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ലോജിസ്റ്റിക്സ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ HR ആണ് നാട്ടിൽ ചെയ്യണമെങ്കിൽ ഇവിടെ വരുമ്പോഴും MBA HR ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എടുക്കുക. അതുപോലെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ലീഡർഷിപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ അപ്പോൾ ഒരു 2-3 മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 2-3 മന്ത്സ് നിങ്ങളുടെ ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവാം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെയും വന്നിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ വന്നിട്ട് എടുക്കുന്നത് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എനിക്കിവിടെ പാർട്ട് ടൈം ജോബുകളും അല്ലെങ്കിൽ മറ്റു വർക്കുകളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. നാട്ടിൽ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 മന്ത്സൊക്കെ വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പയ്യെ ഇവിടുത്തെ രീതികളും അതിൻ്റെ സിസ്റ്റമൊക്കെ നമുക്ക് കൈ കിട്ടി. അപ്പോൾ അതിൻ്റെതായ റിസൾട്ടുകൾ പയ്യെ വന്നു തുടങ്ങി. അപ്പോൾ അത് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വരുമ്പോൾ തന്നെ ജോലിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കരുത്. ഒരു മിനിമം 3 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 3 മന്ത് നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട് ടൈം ജോബുകളും അതിൻ്റെ സ്കോപ്പുകളൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ ആ ജോബിൻ്റെ റിക്വയർമെൻറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇല്ലാത്ത സ്കില്ലുകളാണെങ്കിൽ അത് നിങ്ങൾ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ പഠിക്കാൻ നോക്കുക. അങ്ങനെ പഠിച്ച് മൊത്തം ഒന്ന് സിസ്റ്റം സെറ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ മേഖലകളിലൊക്കെ ജോലി കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.